യശശരീരനായ സംഗീത സംവിധായകൻ വയലിൻ ജേക്കബിനെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ചേർന്ന് അനുസ്മരിച്ചു. കോട്ടയം പബ്ലിക് ലൈബ്രറി ഹാളിൽ 25ാമത് ചരമവാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സമ്മേളനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ക്രൈസ്തവ സംഗീത സംവിധാന രംഗത്തും സിനിമാ രംഗത്തുമെല്ലാം നിറഞ്ഞുനിന്ന ജേക്കബ് 2000-ലാണ് ന്യൂമോണിയ ബാധിതനായി കൊച്ചിയിൽ വെച്ച് അന്തരിച്ചത്. കൈവച്ച മേഖലകളിലെല്ലാം നിറഞ്ഞുനിന്ന അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഏറെ പേരാണ് എത്തിയത്. ഫാദർ MB ജോർജിന്റെ പ്രാർത്ഥനാ ഗാനത്തോടെയാണ് ചടങ്ങ് ആരംഭിച്ചത്. വയലിൻ ജേക്കബ് അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞില്ലായിരുന്നുവെങ്കിൽ കോട്ടയത്തിന് അദ്ദേഹത്തിന്റെ സംഭാവന മികച്ചതാവുമായിരുന്നുവെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അനുസ്മരിച്ചു. അതിലൊരാളുടെ സാക്ഷി പറഞ്ഞില്ല. ഇപ്പോൾ നമുക്കറിയാം എന്തായിരുന്നു നമ്മുടെ ശ്രീ ജേക്കബ് എന്ന് അദ്ദേഹത്തിൻ്റെ ചുരുങ്ങിയ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി. സത്യം പറഞ്ഞാൽ ഈ ചെറിയ പ്രായത്തിലെ അദ്ദേഹം നമ്മളിൽ നിന്ന് മാറ്റപ്പെട്ടില്ലായിരുന്നു എങ്കിൽ നമ്മുടെ സമൂഹത്തിന് കിട്ടുമായിരുന്ന വലിയ നേട്ടത്തെക്കുറിച്ചാണ് പെട്ടെന്ന് ഒരു നിമിഷം എൻ്റെ മനസ്സിൽ ഓടിയെത്തിയത്. ഗായകരായ ബിനോയ് ചാക്കോ, ക്രിസ്റ്റൽ ഗാഗുൾ ജോസഫ്, ഗായിക മേഘന ജോസഫ്, സംഗീത സംവിധായകൻ ബെന്നി ജോൺസൺ, സംവിധായകൻ ബിനോയ് വേളൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഗായിക സുജാത, ഗായകൻ ഹരികരൻ, വയലിൻ ജേക്കബിന്റെ ഗുരുനാഥൻ റെക് മാസ്റ്റർ തുടങ്ങിയവർ ഓൺലൈനായി ചടങ്ങിൽ ആശംസകളേകി. ഒരു നിമിഷം യേശുവിൻ മുൻപിൽ ഒന്നു മനസ്സു തുറന്നു പങ്കിടാൻ ദാസം കഥനമേറുമെൻ കഥ പറയുമ്പോൾ കരുണയോടതു മുഴുവൻ കേൾക്കാൻ നാഥ നീ മാത്രം എന്നെ കാത്തിരുന്നിരുവരെയും ക്രൂശിൽ നീ ചേർത്തു എൻ്റെ രോഗദുരിതങ്ങൾ